നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ദൈവമേ, ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. അമ്മ ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ അമ്മ ഇത്? ഒരു ബേക്കറി മുഴുവൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ. അല്ല, അമ്മ നന്ദുവിനെ കണ്ടില്ലേ? ഇന്നലെ വരൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. അതെന്ത് മര്യാദ അനുരാധെ? എല്ലാരും കൂടി ഇവിടെ സംസാരിക്കല്ലേ? ഇത് നമ്മുടെ പ്രിയ ബേക്കറി എന്നാണോ അമ്മേ? അവിടെ ചക്ക വറുത്തു ഉണ്ടായിരുന്നല്ലോ, അതോട് വാങ്ങായിരുന്നില്ലേ? അതാ ഇതിനെക്കാട്ടും നല്ലത്. നന്ദുവിനാ ഇഷ്ടം. ഞാനിത് നിനക്ക് വേണ്ടിയല്ല, എന്റെ മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എന്താ ഇന്നലെ പറയുന്നേ? സുമിതിയും നന്ദിതയും നിന്റെ മക്കൾ തന്നെ അല്ലേ? സ്വന്തം മക്കളോട് ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെ വേർതിരിവ് കാണിക്കോ? പ്രത്യേകിച്ച് അവര് ഗർഭിണിയായിട്ടിരിക്കുമ്പോ. വേർതിരിവിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയേണ്ട കാദംബരിയമ്മേ. നിങ്ങൾ കാണിക്കുന്നിടത്തോളം വേർതിരിവൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങളുടെ കൊച്ചുമോന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം സുമിതേച്ചി എടുത്ത് തലയിൽ വെച്ചിട്ട് എന്നെ ഉപദ്രവിക്കലല്ലേ നിങ്ങളുടെ പണി? സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്തതാ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് കൂട്ടിയാ മതി. ഇത്രത്തോളം എത്തിച്ചിട്ട് അമ്മ കണ്ട ആസ്വദിക്കാണല്ലേ? നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റൂ. ദേ, പറഞ്ഞു പറഞ്ഞ് എന്തും പറയാന്ന് വിചാരിക്കരുത്. പ്രായത്തിന്റെ ബഹുമാനം തന്നിട്ടാ ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത്. അമ്മ, അങ്ങനെ കഷ്ടപ്പെട്ട് നിയന്ത്രിക്കൊന്നും വേണ്ട ഇന്നിരെ. ഓരോരുത്തർക്കും അവരവരുടെ നിലവാരത്തിനനുസരിച്ചല്ലേ പെരുമാറാൻ പറ്റൂ. നിന്റെ അടുത്തുനിന്ന് കൂടുതൽ നിലവാരമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അമ്മ, വീട്ടിൽ കയറി വന്ന ആൾക്കാരോടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? വന്ന് കേറിയവർക്കും വേണ്ടേ അങ്ങനെ ഒരു ഔചിത്യം? അച്ഛമ്മേ മതി, ഇവിടെ വഴക്കൊന്നും വേണ്ട. അമ്മ നന്ദുവിന് വേണ്ടി കൊണ്ടുവന്നതൊക്കെ അവക്ക് തന്നെ കൊടുത്തോളൂ, എനിക്കൊന്നും വേണ്ട. ഇത് ഞാൻ പിണങ്ങിയിട്ടല്ല, സന്തോഷത്തോടു കൂടി തന്നെയാ പറയുന്നേ. ഒരു കണക്കിന് നോക്കിയാൽ അത് തന്നെയാ ന്യായം. കാരണം ആത്മാർത്ഥതയോടുള്ള സ്നേഹവും കരുതലും കിട്ടാതെ പോകുന്നത് നന്ദുവിനാമേ. അതിവളെ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മയുടെ അടുത്തുനിന്നെങ്കിലും ഇവക്കത് കിട്ടിക്കോട്ടെ. എന്നെ ആര് നോക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് ഗിരി നോക്കുന്നുണ്ട്, അത് മതി. അതിലപ്പുറം ഒന്നും എനിക്ക് വേണ്ട. തൃപ്തിയായല്ലോ എല്ലാവർക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർലെ അവളെ ഒന്നും ചെയ്യില്ല. സർലെ വായടക്കടി ചായക്കടക്കാരി. നീ ആരാടി എന്നെ പേരെടുത്ത് വിളിക്കാൻ? നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ മകളെ ഒന്നും ചെയ്യരുതെന്ന്? അങ്ങനെ ഒന്ന് യാചിക്കാനോ കെഞ്ചാനോ ഉള്ള സമയം പോലും ഇവളെനിക്ക് തന്നില്ലല്ലോ. എന്റെ മകളിപ്പോ സെൻട്രൽ ജയിലിൽ തണുത്ത തറയിൽ കൊതുക് കടിയും മൂത്രത്തിന്റെ നാറ്റവും സഹിച്ച് കിടക്കുക. അതിനുള്ള പിഴ ഇവൾ ഒടുക്കണ്ടേ ശാരദേ?
ഞാനെല്ലാം പറയാം. ഇരിക്കടി അവിടെ. നീ പറയണ്ട, പറയാൻ നിനക്കുള്ള സമയം അവസാനിച്ചു. ഇതൊന്നും നീ അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു എന്റേത്. ശാരദ നിന്ന നിൽപ്പിൽ ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമാകും. ആ ഒരു ദൗത്യം മാത്രമേ ഞാൻ മാർട്ടിനെ ഏൽപ്പിച്ചിരുന്നുള്ളൂ. നീ അടക്കമുള്ള മക്കളും സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ സൈന്യവും ശാരദയെ ഈ ഭൂഗോളം മുഴുവൻ തെരയും. എന്നിട്ടും ആരും കാണില്ല. കാരണം എന്താ? ഈ ബംഗ്ലാവിന് പിന്നിലെ അക്വേഷ്യ മരക്കാട്ടിൽ മണ്ണിനടിയിൽ സുഖനിദ്ര പ്രാപിച്ചിരിക്കുകയല്ലേ ശാരദാമ്മ. പ്ലാനിംഗ് നടപ്പാക്കിയപ്പോ മാർട്ടിൻ ഒരു ചെറിയ കൈപ്പിഴ പറ്റി. ഇല്ലെങ്കിൽ നീ ഒന്നും ഇവിടെ എത്തില്ല. ഇവരുടെ കൂടെ കണ്ട കുഞ്ഞിന്റെ അടുത്ത് ഒരു അഭ്യാസം കാട്ടാൻ തോന്നി. നിങ്ങൾ പോയി ശാരദാമ്മേ. നിങ്ങളോട് വരാനാ പറഞ്ഞേ. എന്നെ പിടിക്കുന്നേ. ഓരോ വരുന്നേ. അയ്യോ കുഞ്ഞ്. അയ്യോ മോനെ. ഒരു നിമിഷത്തെ ഒരു അബദ്ധം, അതാ എല്ലാം തൊലച്ച് കളഞ്ഞത്. കുഞ്ഞാണെങ്കിലും തൊട്ടത് രാജരക്തത്തെയാണെന്ന് മാർട്ടിൻ അറിഞ്ഞില്ല. കണക്ക് ചോദിച്ച് അത് പിന്നാലെ വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനങ്ങി പോവരുത്. ഇവളുടെ തല ഇവിടെ പൂക്കുറ്റി പോലെ ചിതറി വീഴും. ശാലി മുട്ടൂത്തടി. നിന്നോട് പറഞ്ഞ മുട്ടൂത്താൻ. മോളെ വേണ്ട. ഇത്രയും സാക്ഷികളുള്ള സ്ഥിതിക്ക് സരളയ്ക്ക് സെൻട്രൽ ജയിൽ ഉറപ്പാ. അതിലെനിക്ക് ഖേദമൊന്നുമില്ല. മോൾക്കൊരു കമ്പനി ആകുമല്ലോ. എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ അങ്ങ് നടക്കട്ടെ. ഈ ഭൂമിന്ന് ശാരദയുടെ ടേക്ക് ഓഫ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. 3 2 1. Zero.
സോറി ആന്റി. The game is over. Hey, don't move. തോക്ക് തട്ടി കളിക്കാൻ ഇത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയല്ല. ശ്രീരഞ്ജിനി IPSന് ഉന്നം തെറ്റിയതുമല്ല. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു നീക്കം ഉണ്ടായ പൂക്കുറ്റി പോലെ ഇവിടെ ചിതറാൻ പോകുന്നത് നിങ്ങളുടെ തലയായിരിക്കും. Come on, catch her. സെൻട്രൽ ജയിലിൽ കിടക്കണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? അതിനുള്ള വകുപ്പ് ഉണ്ടാക്കി തരാം. മകൾക്കൊരു കമ്പനിക്ക് ആളില്ലെന്നുള്ള വിഷമം വേണ്ട. ആ വിലങ്ങ് വെക്കടോ. രഞ്ജിനി മോളെ, മോളെ വേണ്ട, ഒന്നും വേണ്ട. സാറിനെ വിട്ടേക്ക്. വിട്ടയക്കാനോ? ശാരദാമ്മ എന്തേ പറയുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് നിനക്ക് സന്ദീപ് സ്വന്താവുന്ന ദിവസാ. അതിന്റെ സന്തോഷം നിന്റെ അഴകിലും പ്രകടമായി തന്നെ ഉണ്ട്. അതെന്റെ ഏറ്റവും വലിയ സന്തോഷ ചേച്ചി. ആ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുമ്പോഴും ഉള്ളിലൊരു നെരിപ്പോടെ എരിയുന്നുണ്ട്. എന്റെ വിവാഹം മുടക്കുമെന്നൊക്കെ പറഞ്ഞ് ചിലര് നടപ്പില്ല ഇവിടെ. എന്തെങ്കിലും കാരണം കൊണ്ട് വിധി അവർക്ക് അനുകൂലമായ തീർന്നില്ലേ ചേച്ചിയെല്ലാം? നിന്റെ വിവാഹം തീരുമാനിച്ചതും നടത്തുന്നതും നെല്ലിശ്ശേരിയിലെ നിന്റെ ചേച്ചി അവന്തികയാ. അത് മുടക്കുംന്ന് പറഞ്ഞത് വൃന്ദാവനം വീട്ടിലെ അർച്ചനെ. ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ വ്യത്യാസം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ചേച്ചി. നേർക്കോലി കടിച്ചാലോ അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന പോലെ അവസാന നിമിഷം എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നും സംഭവിക്കില്ല. അഷ്ടനാഗമായി നിന്റെ ചേച്ചി പത്തി വിടർത്തി നിൽക്കുന്നിടത്തേക്ക് ഒരു നീർക്കോലി പോലും വരാൻ പോകുന്നില്ല. നീ നിന്റെ ചേച്ചിയെ വിശ്വസിക്കുമോളെ? വിശ്വാസം തന്നെയാ ചേച്ചി. ആതിരയെന്ന് പറയുന്നവളെ കണ്ട സന്ദീപ് എല്ലാവരോടും തുറന്നു പറയുന്ന എന്റെ ഒരു പേടി. അതിന് ആതിരയൊന്നും വരില്ലല്ലോ. നീ പേടിക്കണ്ട, അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ അഭാവം ബന്ധുക്കൾ നിമിത്തമാകുമ്പോ അത് നമ്മളെ ബാധിക്കില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ വിവാഹം നടക്കുന്നതിന് തടസ്സമായി നിന്നെ എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. പിന്നെ അർച്ചന, അതൊരു തടസ്സമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ വഴിയിൽ എവിടെയെങ്കിലും അവള് തടസ്സമായിട്ട് വന്ന് നിന്നാ പുറംകാലിന് ചെറിയൊരടി. അവക്കതിന്റെ ആവശ്യമുള്ളൂ. നിന്റെ അങ്ങോട്ടുള്ള ജീവിതം വരെ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് വിവാഹം കഴിഞ്ഞ ഉടനെ നിങ്ങൾ രണ്ടുപേരും ഒരു യാത്ര ചെയ്യണം. ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക്. നിങ്ങൾ മധുവിധം ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സന്ദീപ് നിന്റേത് മാത്രമായി മാറിയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾക്കൊരു കുഞ്ഞ്, നെല്ലിശ്ശേരിയുടെ മുഴുവൻ സമ്പാദ്യത്തിനും അവകാശിയായി മാറേണ്ട കുഞ്ഞ്. 27 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ആ കുഞ്ഞിന് രാജയോഗ. കുഞ്ഞിന്റെ ജനനത്തോടുകൂടി സേതുമാധവന് സമാധി. പിന്നെ 7-ാം പക്കം കഴിഞ്ഞ് അവന്തികയുടെ പട്ടാഭിഷേകം. സേതുമാധവന്റെ കിരീടം വെച്ച് എന്റെ സിംഹാസനാരോഹണം. പിന്നീട് അങ്ങോട്ട് ഭരിക്കുന്നതും മുടിക്കുന്നതും ഞാനും നീയും. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് ആര് തടസ്സമായി നിന്നാലും മരണമാണ് അവരുടെ ശിക്ഷ. നമ്മുടെ കഥയുടെ ആദ്യത്തെ അധ്യായമാ നിന്റെ ഈ വിവാഹം. അതുകൊണ്ട് ഏത് വിധേനയും ഞാനിത് നടത്തും. ഇത് മുടങ്ങിയ നിന്റെ ചേച്ചി മരിച്ചതായി കണക്കാക്കിയാൽ മതി.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്താ ശ്രീ മഹേശ്വര ഇങ്ങനൊരു വിധി? ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാ മാളുവിന്റെ മനസ്സിലുള്ളത്. എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ. ജീവിതത്തില് ഒരിക്കലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ ഭഗവാനെ? ഞാൻ ആഗ്രഹിക്കുന്നൊന്നും എനിക്ക് കിട്ടില്ലേ? മുത്തശ്ശിയാണല്ലോ. ഹലോ മുത്തശ്ശി. മോളെ, നീ എന്നാ മോളെ വീട്ടിലേക്ക് വരുന്നത്? എന്താ മുത്തശ്ശി, എന്താ പെട്ടെന്ന്? എന്താണെന്ന് അറിയില്ല, ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ക്ഷീണം പോലെ. അയ്യോ, മോളെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. എന്താ മുത്തശ്ശി, എന്താ പറ്റിയത്? നീ പേടിക്കാതെ മോളെ, അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തല കറങ്ങി. അയ്യോ അയ്യോ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഇങ്ങനെ പേടിക്കാതെ മോളെ, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഞാൻ രാജനെയും കൂട്ടി ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ തുടങ്ങായിരുന്നു. ഞാൻ വരാം മുത്തശ്ശി, വേഗം വരാം. സത്യം പറയണം, മുത്തശ്ശിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അങ്ങനെ പേടിക്കാൻ ഒന്നും സംഭവിച്ചില്ല. അവിടെ വെച്ച് തല ചുറ്റിയപ്പോ സഹായിക്കാൻ ദൈവത്തെ പോലൊരു ചെറുപ്പക്കാരൻ വന്നു. ചെറുപ്പക്കാരനോ? ആ പയ്യനാ എന്നെ രക്ഷിച്ചതും വെള്ളം തന്നതും. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. മോളെ, മോളെ ഗംഗേ. ആ പറയൂ മുത്തശ്ശി. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, എനിക്കൊരു വിഷമമില്ല. ഇവിടെ സന്തോഷായിട്ട് തന്നെ ഇരിക്കുക. അത് മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് മുത്തശ്ശിയോട് തുറന്നു പറയണം. എന്ത് വിഷമം ഉണ്ടായാലും അത് മനസ്സിൽ ഒതുക്കി വേദനിക്കാൻ നീ അനാഥയല്ല. ആ ഓർമ്മ വേണം. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. മുത്തശ്ശി അസുഖം വരുത്തി വെക്കരുത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എന്റെ ആദ്യം മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്താ മോളെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നീ തനിച്ചാവുമല്ലോ എന്നുള്ള ചിന്തയാ എനിക്ക്. അതൊന്നും ആലോചിക്കേണ്ട സമയമല്ലേ ഇത്. മുത്തശ്ശി ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കണം. വിളിച്ചോളാം. ഞാൻ പെട്ടെന്ന് വരാം. മുത്തശ്ശി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ആശുപത്രിയിൽ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. മുത്തശ്ശി ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയണം. എന്താ മുത്തശ്ശി? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? മുത്തശ്ശി വേഗം റെഡിയായി ആശുപത്രി പോവാൻ നോക്കിയേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഗംഗയുടെ മനസ്സിൽ എന്തോ വലിയ സങ്കടം കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ വിഷമിക്കാതിരിക്കാൻ അവൾ അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണോ? എന്റെ ഭഗവാനെ, നീ എന്തിനാ എന്റെ കുഞ്ഞിനിങ്ങനെ വേദനകൾ മാത്രം കൊടുക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്താ ശ്രീ മഹേശ്വര ഇങ്ങനൊരു വിധി? ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാ മാളുവിന്റെ മനസ്സിലുള്ളത്. എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ. ജീവിതത്തില് ഒരിക്കലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ ഭഗവാനെ? ഞാൻ ആഗ്രഹിക്കുന്നൊന്നും എനിക്ക് കിട്ടില്ലേ? മുത്തശ്ശിയാണല്ലോ. ഹലോ മുത്തശ്ശി. മോളെ, നീ എന്നാ മോളെ വീട്ടിലേക്ക് വരുന്നത്? എന്താ മുത്തശ്ശി, എന്താ പെട്ടെന്ന്? എന്താണെന്ന് അറിയില്ല, ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ക്ഷീണം പോലെ. അയ്യോ, മോളെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. എന്താ മുത്തശ്ശി, എന്താ പറ്റിയത്? നീ പേടിക്കാതെ മോളെ, അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തല കറങ്ങി. അയ്യോ അയ്യോ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഇങ്ങനെ പേടിക്കാതെ മോളെ, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഞാൻ രാജനെയും കൂട്ടി ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ തുടങ്ങായിരുന്നു. ഞാൻ വരാം മുത്തശ്ശി, വേഗം വരാം. സത്യം പറയണം,
മുത്തശ്ശിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അങ്ങനെ പേടിക്കാൻ ഒന്നും സംഭവിച്ചില്ല. അവിടെ വെച്ച് തല ചുറ്റിയപ്പോ സഹായിക്കാൻ ദൈവത്തെ പോലൊരു ചെറുപ്പക്കാരൻ വന്നു. ചെറുപ്പക്കാരനോ? ആ പയ്യനാ എന്നെ രക്ഷിച്ചതും വെള്ളം തന്നതും. മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശി. ആ. മോളെ മോളെ ഗംഗേ, ആ പറയൂ മുത്തശ്ശി. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, എനിക്കൊരു വിഷമമില്ല. ഇവിടെ സന്തോഷായിട്ട് തന്നെ ഇരിക്കുക. അത് മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് മുത്തശ്ശിയോട് തുറന്നു പറയണം. എന്തു വിഷമം ഉണ്ടായാലും അത് മനസ്സിൽ ഒതുക്കി വേദനിക്കാൻ നീ അനാഥയല്ല. ആ ഓർമ്മ വേണം. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഓരോന്ന് ആലോചിച്ച കുട്ടി. മുത്തശ്ശി അസുഖം വരുത്തി വെക്കരുത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എന്റെ ആദ്യം മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്താ മോളെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നീ തനിച്ചാവുമല്ലോ എന്നുള്ള ചിന്തയാ എനിക്ക്. അതൊന്നും ആലോചിക്കേണ്ട സമയമല്ലേ ഇത്. മുത്തശ്ശി ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കണം. വിളിച്ചോളാം. ഞാൻ പെട്ടെന്ന് വരാം. മുത്തശ്ശി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ആശുപത്രിയിൽ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. മുത്തശ്ശി ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയണം. എന്താ മുത്തശ്ശി? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? മുത്തശ്ശി വേഗം റെഡിയായി ആശുപത്രി പോവാൻ നോക്കിയേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഗംഗയുടെ മനസ്സിൽ എന്തോ വലിയ സങ്കടം കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ വിഷമിക്കാതിരിക്കാൻ അവൾ അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണോ? എന്റെ ഭഗവാനെ, നീ എന്തിനാ എന്റെ കുഞ്ഞിനിങ്ങനെ വേദനകൾ മാത്രം കൊടുക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് കിളിക്കേ. ഇനി ഇച്ചിരി മധുരമാവാം. ഇനി ദിനേശം കൊടുക്ക. കഴിക്കാൻ മംഗലശ്ശേരിയിൽ വീണ്ടും സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി നേർച്ചയും പ്രാർത്ഥനയുമായി വർഷങ്ങൾ കാത്തിരുന്ന കാവേരിക്ക് എത്ര പെട്ടെന്നാ ഇങ്ങനെയൊരു സൗഭാഗ്യം ഉണ്ടായത്. ഓ, ഇനി അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും. അതുപോലെ ഇനി എന്തെല്ലാം സൗഭാഗ്യങ്ങൾ വരാനിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ മാണിക്യമംഗലവുമായി ബന്ധം സ്ഥാപിച്ചതോടെ മംഗലശ്ശേരിക്ക് മേലുള്ള പാപക്കറ അലിഞ്ഞു തീരാൻ തുടങ്ങിയിരിക്കുന്നു. സർവദോഷങ്ങളും
സഞ്ജുവിന്റെയും സഞ്ജനയുടെയും വിവാഹത്തോടെ അവസാനിക്കും. പിന്നെ ഇത്രയും നാൾ നമ്മള് പരസ്പരം ശത്രുക്കളായി പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് അകന്നു നിന്നു. അതിന്റെ ഫലം വേണ്ടുവോളം അനുഭവിക്കുകയും ചെയ്തു. ഇനി അതുണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പണിക്കരെ? ശരിയാണ്. ചടങ്ങിൽ നിന്ന് കവിത എന്താ മാറി നിൽക്കുന്നത്? ദക്ഷ വന്ന സ്ഥിതിക്ക് ദക്ഷയുടെ അടുത്ത ആളായ കവിത അങ്ങനെ മാറി നിൽക്കേണ്ടതല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു, നീ എന്താ ഇവിടെ? സഞ്ജുവിനെ കാണാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എവിടേക്ക് വരാനാ? എന്റെ റൂമിലേക്ക് വന്നത് എന്തിനാന്നാ ചോദിച്ചത്? ഇനി ഞാനും കൂടെ താമസിക്കേണ്ട റൂമല്ലേ ഇത്? പിന്നെന്താ ഞാൻ ഇവിടെ വന്നാ കുഴപ്പം? വിവാഹം കഴിഞ്ഞു മതി അതൊക്കെ. നിന്റെ ബന്ധുക്കൾക്ക് ഇതൊന്നും വിഷയമായിട്ട് വരില്ല. പക്ഷേ ഇത് എന്റെ വീടാ. മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ അറിവോടെ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് സഞ്ജുവിനെ കാണിക്കാനാണെന്ന് പറഞ്ഞ ഞാൻ വന്നത്. സഞ്ജുവിന് ഇത് കാണണ്ടേ? എനിക്ക് കാണണ്ട. എന്നെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിപ്പിച്ചെടുത്തതല്ലേ. ഇനി അതൊക്കെ കാണാനുള്ള മാനസികാവസ്ഥ കൂടി എനിക്കില്ല. വിവാഹം ഉറപ്പിച്ചു, തീയതിയും കുറിച്ചു. ഇനി സഞ്ജു എന്തിനാ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ച് സഞ്ജു തുറന്നു പറ, എന്നെ വിവാഹം ചെയ്യാൻ സഞ്ജു തയ്യാറാണോ? എനിക്ക് ഈ അവഗണന തീരെ സഹിക്കാൻ കഴിയുന്നില്ല. എന്തിനും ഇതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ പരിധിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ റൂമിലേക്ക് വന്നത് പോലും സഞ്ജുവിന് ഇറിറ്റേഷൻ ആവുന്നുണ്ടല്ലേ? പറയൂ, സഞ്ജുവിന് ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടോ? എനിക്ക് ഉത്തരം വേണം. ഉത്തരം ഇല്ലെന്നാണെങ്കിലോ? ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ട്. ആരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. സഞ്ജു എന്റെ കൂടെ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചത് വിളിച്ചു പറയണം. ഞാനൊരു പെണ്ണാണെന്നും എനിക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടെന്ന കാര്യം സഞ്ജു മറന്നു പോകുന്നതാണോ? അതോ എന്നെ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചു. ഏറെക്കുറെ എല്ലാവരെയും ഡാഡി ക്ഷണിച്ചും കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ കാണുന്ന എന്താ? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആള് കാമുകിയുടെ ചിത്രം വെച്ച് ജീവിക്കുന്നു. എനിക്ക് മാത്രം ഇതൊക്കെ സഹിക്കാൻ കഴിയൂ. മറ്റൊരു പെണ്ണും ഇത് സഹിച്ചൊന്നും വരില്ല. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി നിലവിൽ വരുള്ളൂ. ഇപ്പോ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. നിനക്കും അങ്ങനെ ആവാം. ഇപ്പോ നീ ഞാൻ രണ്ട് അന്യ വ്യക്തികൾ മാത്രമാണ്. പിന്നെ ഞാനായിട്ട് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഒരിടത്തും പറയാൻ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ പറയാം. നിക്ക്. കല്യാണം കഴിഞ്ഞാലും എനിക്ക് നിന്നോടുള്ള മനോഭാവം ഇതൊക്കെ തന്നെയായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ഈ താലി നീ തന്നെ പൊട്ടിക്കണം. നിന്റെ താലി അറ്റുപോകും. നീ വിധവയാകും. നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും. അപശകുനമാണല്ലോ കണ്ടത്. ലക്ഷ്മി പൂജ കഴിഞ്ഞ് നിനക്ക് നീട്ടിയ കുങ്കുമം നിലത്ത് വീണ് ചിതറിയെങ്കിൽ അത് ദുർനിമിത്തമാണ്. വൈധവ്യം സംഭവിക്കും. വിധവയാകും നീ. അതാണ് നിമിത്തം കാട്ടുന്ന സൂചനയും. പാർവതി, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അമ്മ നിന്നെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതൊന്നും അല്ല. ശാസ്ത്രം അതാണ് പറയുന്നത്. അല്ലേ തിരുമേനി? ഇല്ലെങ്കിൽ തിരുമേനി പറയട്ടെ. ശാസ്ത്രം അത് തന്നെയാണ്. മോള് വിഷമിക്കണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. നമുക്ക് ഒരു ജ്യോത്സ്യനെ കണ്ട് ഇതിന് പരിഹാരം ചെയ്യാം. വിധവയാകാനാണ് വിധിയെങ്കിൽ വിധവയായിരിക്കും. നീ സങ്കടപ്പെടണ്ട. നീ വിധവയാവൂന്ന് പറയുമ്പോ ഞാൻ മരിക്കുമെന്നല്ലേ അർത്ഥം? അങ്ങനെ അകാലത്തിൽ മരിക്കാനാണ് വിധിയെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇനിയിപ്പോ നിന്റെ കൈകൊണ്ടാണ് എന്റെ മരണം സംഭവിക്കുന്നെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, എന്നെ കണ്ട് നീ പേടിക്കുന്നു. ശരിക്കും ഞാനാണ് നിന്നെ കണ്ട് പേടിക്കേണ്ടത്. എന്നെ കണ്ട് നീ എന്തിനാ പേടിക്കുന്നേ? നീ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചു. എന്നാ നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലാൻ പോകുമ്പോ എനിക്ക് നിന്നെ കണ്ട പേടി വരില്ലേ പാർവതി? നിർത്ത. ഞാൻ എന്തിനാ വിശാൽ സാറിനെ കൊല്ലുന്നത്? ഈ വീട്ടിൽ ഞാൻ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തന്നെ അറിയില്ലേ? സ്വത്തിനും സുഖത്തിനും വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ ഒരു വേലക്കാരിയായി കഴിയുന്നത് പോലും വിശാൽ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഉദയന്നൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് എത്രയോ തവണ വിശാൽ സാറിനെ ഞാൻ രക്ഷിച്ചു. അതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ? അത് ശരി. ഉദയന്നൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് നീയാണ് ഇത്രയും തവണ വിശാൽ സാറിനെ രക്ഷിച്ചതെങ്കിൽ ഇത്തവണയും നീ ഉദയന്നൂരമ്മയോട് പ്രാർത്ഥിക്ക്. അമ്മേ, ഇത്രയും തവണ വിശാൽ സാറിന് മറ്റുള്ളവരിൽ നിന്നുമുണ്ടായ ആപത്തുകളിൽ നിന്നെല്ലാം ഞാൻ രക്ഷിച്ചു. എന്നാൽ ഇപ്പോ ഞാൻ കാരണം ഉണ്ടാകാൻ പോകുന്ന ആപത്തുകളിൽ നിന്നും വിശാൽ സാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്ക്. ഞാൻ കാരണം ഒരാപത്തും വിശാൽ സാറിന് ഉണ്ടാവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ആവശ്യമില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്.
ഞാനാണോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? പോയി അനുഭവിച്ചോ. എനിക്കെന്താ? നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. വിധി തന്നെയാണ് വലുത്. എല്ലാം വിധി പോലെ നടക്കും. മറ്റുള്ളവരിൽ നിന്നും വിശാൽ സാറിന് ആപത്തുകൾ വന്നപ്പോ അത് തടയാൻ നീ ഉണ്ടായിരുന്നു. ഇപ്പോ നീ കാരണം ഒരാപത്തുണ്ടാകുമ്പോൾ അതാര് തടയും? ആലോചിച്ച് നോക്ക് നീ. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തും. ഇത് നിനക്ക് മനസ്സിലാക്കി തരാനാ ഞാൻ തന്നെ വന്നത്. ഇതാണ് വിധിയുടെ കളി. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വിശാൽ സാറിനെ ഞാൻ രക്ഷിക്കും. നീ ഇനിയും എന്റെ കൺമുന്നിൽ നിൽക്കാതെ ഇവിടുന്ന് പോ. എന്നോട് പോവാൻ പറയുന്നു? ഓ, ഞാനിപ്പോ ക്ഷണിക്കാതെ വന്ന അതിഥിയാണല്ലോ. ഞാൻ വന്നത് തന്നെ നിന്നെ പൂവും പൊട്ടും ഇല്ലാത്ത വിധവാ കോലത്തിൽ കാണാതിരിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ടാ. പക്ഷേ നീ വരുന്ന ആപത്തുകളെ നിന്റെ ജീവൻ കൊടുത്തും തടയുമെന്ന് പറയുന്നു. അതിന് ഒരു പ്രാവശ്യമല്ലേ നിനക്ക് കഴിയൂ? നിന്റെ മരണശേഷം വരുന്ന ആപത്തുകളിൽ നിന്നും വിശാൽ സാറിനെ ആര് രക്ഷിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയുടെ പാട്ട് കേൾക്കാൻ രാജ്യം മുഴുവനും കാതോർത്തിരിക്കുന്ന ദിവസം വൈകാതെ തന്നെ സംഭവിക്കും. അത് കാണാൻ താനുണ്ടാവണം. അതേ ഉള്ളൂ എന്റെ ആഗ്രഹം. താൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ തന്നെ തോൽപ്പിച്ചു, ഇപ്പൊ പക്ഷെ ഞാൻ തോറ്റുപോയെന്ന്. തെറ്റാണ് ചെയ്യുന്നത്. ഇപ്പൊ നടന്നതും ഒരു ജയമാണ്. ചതിയന്മാരെ തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയല്ലോ, അതും ഒരു തരത്തിൽ നേട്ടം തന്നെയല്ലേ. താൻ ചെയ്യുന്നതിനൊക്കെ തന്നെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിച്ചില്ലെങ്കിൽ ഞാൻ അഖിലല്ല. അമ്മേ, ഒരു കാര്യം ചോദിച്ചാ അമ്മയ്ക്ക് ദേഷ്യം വരരുത്. ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഭക്ഷണം കഴിക്കാൻ ശ്യാമയെ കൂടെ വിളിക്കട്ടെ എന്നല്ലേ? അതാണോ അമൃത ചോദിക്കാൻ വന്നത്? ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഓരോ പ്രശ്നങ്ങൾ കാരണം ഒന്ന് ചിരിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനിടയില് ഓരോ ചോദ്യങ്ങള്. എന്നാ അമ്മയ്ക്ക് സന്തോഷം വരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ അമ്മേ. എന്താ? നാളെ അമ്മയുടെ ജന്മദിനമാണ്. ഓ, ശരിയാണല്ലോ. പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ മറന്നുപോയി. കഴിഞ്ഞ വർഷം എല്ലാരും കൂടി എന്തൊരു ആഘോഷമായിരുന്നു ഇവിടെ. ഈ അവസരം മുതലാക്കണം. അമ്മേ, കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചതിനേക്കാളും ഗംഭീരായിട്ട് തന്നെ ഈ വർഷത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുക. എന്തു പറയുന്ന അമൃതേർത്തി? ആ, നമുക്ക് ആഘോഷിക്കണം. ഒന്നും വേണ്ട. ഒന്നാമത് മനസ്സിനാകെ ഒരു സുഖമില്ല. വേണ്ടെന്നേ. അമ്മേ, മനസ്സിന് സുഖമില്ലാതിരിക്കുമ്പോഴാ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വേണ്ടത്. വിഷമമൊക്കെ മറന്ന് സന്തോഷിക്കാൻ പറ്റും. അതെ അമ്മേ, ഇത്തവണയും നമുക്ക് ജന്മദിനം അടിപൊളിയായിട്ട് ആഘോഷിക്കണം. വെറും ആഘോഷമൊന്നുമല്ല, നമുക്കിതൊരു ചെറിയ ഉത്സവം തന്നെ ആക്കണം.
എങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സംഗീതവും നമ്മളെ കൈവിട്ടതുപോലെ ഒരു തോന്നൽ ശമ. അതെന്താ അങ്ങനെ പറയുന്നേ? സൺഷൈൻ ഗ്രൂപ്പ് നമ്മളുമായി ഉണ്ടാക്കിയ സകല കരാറും റദ്ദാക്കി. ദൈവമേ സർ, അതെന്താ അവർക്ക് പെട്ടെന്നൊരു മനമാറ്റം? നമുക്കൊരു ക്ഷീണം വന്നപ്പോ നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്നവർ തലപൊക്കി. ആ ജഗന്നാഥൻ ഇതിന്റെ പുറകില്. ദുഷ്ടൻ. എന്തിനാ അയാളെ പറയണം? ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് അമ്മയല്ലേ? സ്വന്തം അമ്മയ്ക്കത് ചെയ്യാങ്കി മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം? എല്ലാ വശത്തു നിന്നും നമ്മളെ പൂട്ടാൻ നോക്കുക. പക്ഷെ ഞാൻ തോറ്റു കൊടുക്കില്ല. നമ്മൾ അന്ന് തീരുമാനിച്ചതല്ലേ സർ, നമ്മൾ തോൽക്കില്ല, തോറ്റു കൊടുക്കില്ല. സാറ് പതറി പോയരുത്. സാറ് തളർന്ന ഞാൻ വീണു പോവും. നാളെ അമ്മയുടെ ബർത്ത്ഡേയാ. ശരിയാണല്ലോ. ഇന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോ അവരതിന്റെ സംസാരത്തിലായിരുന്നു. ഞാനിവിടെ മുകളിൽ നിന്നെല്ലാം കേട്ടു. എന്നിട്ട് അവര് തന്നോടൊന്നും പറഞ്ഞില്ലേ? അത് സാരില്ല. എനിക്ക് തോന്നുന്നതേ നാളത്തെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിയുമ്പോ അമ്മയുടെ മനസ്സൊക്കെ മാറുമായിരിക്കും. അമ്മയുടെ ഓരോ ജന്മദിനത്തിനും വില കൂടിയ ഓരോ സമ്മാനം ഞാൻ കൊടുക്കുമായിരുന്നു. കുഞ്ഞുനാൾ മുതലേ അങ്ങനെയായിരുന്നു. കുഞ്ഞിലെ എനിക്ക് കിട്ടുന്ന വിഷുക്കൈനീട്ടം ശേഖരിച്ച് ഞാൻ വെക്കുന്നത് അമ്മയുടെ ജന്മദിനത്തിന് സമ്മാനം കൊടുക്കാനായിരുന്നു. പക്ഷെ ഇത്തവണ സർ, ഇത്തവണയും നമ്മൾ സമ്മാനം കൊടുക്കും. നമ്മൾ എങ്ങനെ കൊടുക്കും ശ്യാമ? അതുമല്ല, ജന്മദിനത്തിന്റെ കാര്യം ആരും പറഞ്ഞിട്ടുമില്ലല്ലോ. നമ്മുടെ അമ്മയുടെ ജന്മദിനമല്ലേ സർ? പറഞ്ഞിട്ട് വേണോ നമ്മൾ അറിയാൻ? സർ, നാളെ അമ്മയ്ക്കൊരു സമ്മാനം ഇവിടെ ഉണ്ടാവും. ആ സമ്മാനം സാറിന്റെ കൈകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇയാൾക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ വണ്ടിക്ക് മുന്നിൽ എന്തിനാടാ നിന്റെ വണ്ടിയിട്ട് കളിക്കുന്നത്? അതിന് തന്നെ തറവാട് സ്വത്താണ് ഈ റോഡ്. രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങിയതാടാ നീ ഇന്ന് വണ്ടി ഓടിച്ച് കളിക്കുന്ന ഈ റോഡും പ്രാർത്ഥിക്കുന്ന അമ്പലവും. നിന്റെയൊക്കെ ഭാര്യമാരെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന വീടും വരെ. അതെ രാജാവേ, ഇതൊക്കെ രാജാക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കല്ല് ചുമന്നതും കൊട്ടാരം കെട്ടിയതും നിധി കുഴിച്ചെടുത്തതൊക്കെ സാധാരണ പ്രജകളാ. ഇല്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങുമായിരുന്നില്ല ഒരു രാജാവും. മൂടോടെ കുത്തിയൊലിച്ച് അറബിക്കടലിലേക്ക് അങ്ങോട്ട് പോയേനെ. പ്രജയെന്നും പ്രജയാടാ, രാജാവെന്നും രാജാവും. ഇത് പ്രജാഭരണമാണെന്ന് രാജാവ് ഒന്ന് തിരിച്ചറിഞ്ഞാ കൊള്ളാം. എന്നാലൊന്ന് ഉരച്ചു നോക്കടാ, ആർക്കാ കരുത്ത് കൂടുതലെന്ന്. പിന്നെന്താ രാജാവേ,
വിഷ്ണുട്ടാ, ഇവിടെ തല്ലി ജയിക്കുന്നതാണോ വിഷ്ണുവിന് പ്രധാനം? അമ്മ വിഷ്ണുട്ടാ, അമ്മയുടെ കാര്യം. സാറേ വിട്, ആ കൊച്ചിന് വിവരമുണ്ട്. നമുക്ക് ആ സുഭദ്ര ആ രാധയെ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ സമയം കളയണം. വിഷ്ണുട്ടാ, പ്ലീസ് ഒന്ന് നിർത്ത്. വരണം സാറേ. സാറേ ഞാൻ വിട്ടതാണെന്ന് കരുതണ്ട. ഇപ്പൊ സമയമില്ലാത്തോണ്ടാ. എനിക്ക് ഇതിനേ ഉള്ളൂ സമയം. പക്ഷെ ഇപ്പൊ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഇനിയും കാണാം. കണ്ടിരിക്കും. ഞാൻ കാത്തിരിക്കാം. സാറേ വരണം സാറേ. വിഷ്ണുട്ടാ, വിട്. വാ സാറേ. വാ വിഷ്ണുട്ടാ, വരണം സാറേ. വരണം സാറേ ഇങ്ങോട്ട്. വരണം. താൻ കയറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.